എസ് സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ ഈ പൂരം അലങ്കോലപ്പെടുത്തി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കി എന്നല്ല പറയുന്നത്. നിങ്ങൾ കേൾക്കുന്നില്ലേ? അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വാശി. സർക്കാർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതതല ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് വരാൻ നിൽക്കുന്ന ഒരു പ്രത്യേക സമയത്ത് വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തുവിടാൻ പറ്റില്ല എന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ആഭ്യന്തര വകുപ്പും സംസ്ഥാന ഗവൺമെൻറ്റും പറഞ്ഞ ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിനെ സംബന്ധിച്ച് ഈ ത്രിതല അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് ദുരൂഹമായൊരു കാര്യമാണ്. അത് കാരണം ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ ഞാൻ കേട്ടെടുത്തോളം ആ റിപ്പോർട്ടിൻ്റെ കോപ്പി പൂർണ്ണമായിട്ട് ഞാൻ വായിച്ചില്ലെങ്കിലും ടെലിവിഷൻ ചാനലിലൂടെ ഇതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് ലഭ്യമായതിൽ നിന്നും പറയുന്നത് ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരുന്ന തരത്തിലുള്ള റിപ്പോർട്ടല്ല. അത് ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണോ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടതെന്നുള്ള സംശയം എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതെന്നുള്ളത് ദുരൂഹമായിട്ടുള്ളൊരു കാര്യമാണ്. അതെ, അതായത് ഒറ്റ സാധനം, അത് DGP നിയമനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് ഈ റിപ്പോർട്ടിന് അതിനൊപ്പം കാണേണ്ടതുണ്ടോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ DGP തള്ളിക്കളഞ്ഞ റിപ്പോർട്ടാണിത്. അതായത് സംസ്ഥാന ഗവൺമെൻറ് ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ടാണ് ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പുറത്തു വന്നതെന്നുള്ളത് സർക്കാർ പരിശോധിക്കേണ്ടതാണ്. അത് ഈ ത്രിതല അന്വേഷണത്തിൻ്റെ ഭാഗമായും കൂടി പരിശോധിക്കണം. കാരണം ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നത് മറ്റെന്തോ താല്പര്യം വെച്ചാണെന്ന്. കുമാറിന് DGP റാങ്ക് നൽകിയതുമായി അല്ല, അതെനിക്ക് അതിനെപ്പറ്റി എനിക്ക് കൃത്യമായ ധാരണയില്ലാതെ ഞാൻ അങ്ങനെ ഒരു നിഗമനം പറയുന്നത് ശരിയല്ലല്ലോ. അതൊന്നും അത് ഇതായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയാണോ എന്നുകൂടി ഞാൻ സംശയിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൂചിപ്പിക്കാൻ കാരണം. അല്ല, അതായത് ഇപ്പോൾ ഇതിനകത്ത് തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനകത്ത് ഞാൻ പറയുന്നത് കേട്ടാണ്. എങ്ങനെയാണ് ഒരു കാരണവശാലും തിരുവമ്പാടി ദേവസ്വം എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനത്തെയും തിരുവമ്പാടി ദേശക്കാരെയും പൂരം അലങ്കോലപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം അവരുടെ തലയിൽ വെക്കുന്ന തലത്തിലുള്ള നിഗമനത്തിലേക്ക് എത്തുന്നതിനോട് എനിക്ക് പൂർണ്ണമായും വിയോജിപ്പാണ്. എന്നാൽ അതിനകത്തുള്ള തിരുവമ്പാടി ദേവസ്വത്തിലെ ചില വ്യക്തികൾക്ക് ഈ പൂരം അലങ്കോലപ്പെട്ടതിൽ ബന്ധമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം. കാരണം അവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കണം, പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കണം, RSSൻ്റെയും BJPയുടെയും നേതാക്കന്മാരായിട്ടുള്ള ആളുകളുമായി ഇവർ സംസാരിച്ച കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. പൂരം നടന്ന ഈ അലങ്കോലപ്പെട്ട സംഭവം ഉണ്ടായ സന്ദർഭത്തിലുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കണം. അതോടൊപ്പം RSS നേതാക്കന്മാർ താമസിച്ച തൃശ്ശൂരിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ ഏതൊക്കെ ആളുകൾ അവിടെ വന്നിട്ടുണ്ട് എന്ന കാര്യത്തെ പറ്റിയുള്ള അന്വേഷണം നടത്തണം. നേരത്തെ പറഞ്ഞ വരാഹി എന്ന് പറയുന്ന BJPക്കും RSSൻ്റെയും NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കും പ്രൊപ്പഗൻഡ മിഷനറിയുടെയും ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആ കൺസൾട്ടിംഗ് ഏജൻസിയുടെ ഉന്നതരായിട്ടുള്ള വ്യക്തികൾ ഈ അലങ്കോലപ്പെടുന്ന സമയത്ത് അവിടെ സന്നിഹിതരായിരുന്നു എന്ന് മാത്രമല്ല വളരെ ആക്റ്റീവായി ആ കാര്യങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുകയും സുരേഷ് ഗോപി ഈ പറയുന്ന സ്ഥലത്തേക്ക് ആംബുലൻസിൽ വന്നത് സേവാഭാരതിയുടെ ആംബുലൻസിലാണ്. ആ സേവാഭാരതി ആംബുലൻസിലെ ഡ്രൈവർ കൊടുത്തിരിക്കുന്ന മൊഴി ഈ വരാഹി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഇവിടെ ഈ ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് NDA സ്ഥാനാർത്ഥിയെ സഹായിച്ചിരുന്ന വ്യക്തി വിളിച്ചിട്ടാണ് ഈ ആംബുലൻസുമായി വന്നതെന്ന് അദ്ദേഹം മൊഴി കൊടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപി അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ബന്ദോബസ്തായിട്ടുള്ള സ്ഥലത്തേക്ക് സുരേഷ് ഗോപി വരണമെങ്കിൽ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി കിട്ടിയാൽ പോരാ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി ഇല്ലാതെ ആംബുലൻസിലാണെങ്കിൽ പോലും സുരേഷ് ഗോപിക്ക് അങ്ങോട്ടേക്ക് കടന്നു വരാൻ കഴിയില്ല. അവിടേക്ക് എങ്ങനെയാണ് ആംബുലൻസിൽ വന്നത്? അങ്ങനെ ആംബുലൻസ് വരുന്ന ആരാണ്? ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഇലക്ഷനിലെ ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഒരു പ്രത്യേക പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രം സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ട അനുമതി കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളതും കൂടി ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വരണ്ടേ? അത് വന്നിട്ടില്ലല്ലോ. അന്ന് ഈ സംഭവം ഉണ്ടായ സമയത്ത്, അലങ്കോലപ്പെട്ട സമയത്ത് കലക്ടർ അടക്കമുള്ള ആളുകൾ അവിടെ വരികയും ഇടപെടുകയും ചെയ്തു. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരം അവർ ഇടപെടുകയും അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലുള്ള ബാരിക്കേഡ് തകർത്ത് അവിടേക്ക് ജാഥ നടത്തിയ BJP RSS നേതാക്കന്മാരുടെ VHP നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ജാഥ നടത്തിയിരുന്നു. ആ ജാഥയിൽ മുദ്രാവാക്യം വിളികളുണ്ടായിരുന്നു. അവർ വന്ന് ഈ ചർച്ചയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെയൊക്കെ CCTV ദൃശ്യം ഈ റിപ്പോർട്ടിൽ പരിശോധിച്ചിട്ടുണ്ടോ? അതിനുശേഷം
ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആളുകൾ അവിടെ മുൻകൂട്ടി തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു, അത് അന്വേഷിക്കേണ്ടതാണ്. അതോടൊപ്പം അന്വേഷിക്കേണ്ട ഒരു കാര്യം, തിരുവമ്പാടി ദേവസ്വം ബോർഡിലെ ഭാരവാഹികളുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള കലക്ടർ അടക്കമുള്ള ആളുകൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിൽ ഇരുന്ന് ചർച്ച നടത്തിയപ്പോൾ എടുത്ത തീരുമാനം എന്താണ്? ആ തീരുമാനം പോലീസ് പുറത്തുവിടണ്ടേ? ആ തീരുമാനം 3 മണിക്ക് മുമ്പായി 3 മണി 3:30യോടുകൂടി പിന്നെ വെടിക്കെട്ട് നടത്താനും തിരുവമ്പാടി ആവശ്യപ്പെട്ട പ്രകാരമുള്ള ആളുകളെ വിന്യസിക്കാൻ വേണ്ടി അവർ പറയുന്ന എല്ലാ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ എടുത്ത തീരുമാനം, ആ തീരുമാനമെടുത്ത് പുറത്ത് വന്ന ഉടനെ അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെയാണ്? ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന RSS BJP നേതാക്കന്മാർ നിങ്ങളെടുത്ത തീരുമാനത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, തിരുവമ്പാടി ഓഫീസിൽ പോയിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? അങ്ങനെ പോയി എന്ന് വിചാരിക്കുക. ആ പോയതിന് ശേഷം 1 മണിക്കൂർ 1.5 മണിക്കൂറോളം കാത്തിരുന്നിട്ടും അവർ വരാതിരുന്നത് എന്താണ്? അവരിയ്ക്കുന്ന സമയത്താണ് ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ രംഗപ്രവേശനം അവിടെ ഉണ്ടാവുന്നതും തീരുമാനത്തിൽ മാറ്റമുണ്ടാവുകയും ചെയ്യുന്നത്. അങ്ങനെ എടുത്ത തീരുമാനം അട്ടിമറിക്കപ്പെട്ടത് ഇവരുടെ കൂടി ഒത്താശയോട് കൂടിയിട്ടാണ്. പിന്നീട് നടന്ന പ്രചരണം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അന്ന് നടത്തിയ പ്രചരണം രാംലല്ലയുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ ചിത്രം പിന്നെ കൊടമാറ്റ സമയത്ത് പ്രദർശിപ്പിച്ചതിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷക്കാർക്കും ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കുമൊക്കെയുള്ള വിരോധവും വിദ്വേഷവും തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പൂരം കലക്കി പൂരം അലങ്കോലപ്പെടുത്തി അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ശ്രമിച്ചുവെന്ന്, അതിൻ്റെ രക്ഷകനായി വന്ന ആരാണ്? NDA സ്ഥാനാർത്ഥി ആണ് രക്ഷകനായി വന്നതെന്ന്, രക്ഷകനായി അവതരിക്കപ്പെട്ടിരിക്കുന്നു എന്ന നിലയിലുള്ള പ്രചരണം നടത്തി ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ ഈ ഇലക്ഷൻ്റെ പ്രചരണത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി അവർ നടത്തിയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഈ റിപ്പോർട്ട് കൊണ്ട് സാധിച്ചിട്ടില്ല. ഈ റിപ്പോർട്ട് ഭാഗികമാണെന്നുള്ളതുകൊണ്ടാണ് ഗവൺമെൻറ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അവിടെ ത്രിതല പിന്നെ തലത്തിലുള്ള അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വെളിച്ചത്ത് വരണം എന്ന് ഞാൻ അവരോട് എന്നെ വന്ന് കണ്ടപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി പുറത്തു വരുമ്പോഴാണ് ഈ പൂരത്തിൻ്റെ അലങ്കോലപ്പെട്ട വിഷയത്തിലെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വരുന്നത്. ഇതിനകത്ത് ഒരു കാര്യം വസ്തുതയുണ്ട്. എന്താണ്? ഈ പൂരം അലങ്കോലപ്പെട്ടു എന്നുള്ളതും അലങ്കോലപ്പെട്ടതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നൊരു കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചന പുറത്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. അത് പുറത്തു വന്നേ മതിയാകൂ. ഇപ്പോൾ പൂരം വീണ്ടും പിന്നെ ചില വിവാദങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഘട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് എല്ലാ പൂരങ്ങളും തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ട് ഇവർക്കിടയിൽ ഐക്യം തകർക്കാനൊന്നും ആരും ശ്രമിക്കരുത്. നമ്മളെല്ലാവരും കഴിഞ്ഞ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ട് രാഷ്ട്രീയ വിവാദങ്ങൾ അത് രാഷ്ട്രീയ വിവാദമായി തന്നെ മാറുകയും അത് രാഷ്ട്രീയമായി തന്നെ പരിഹരിക്കുകയും വേണം. ഈ പൂരം പോലെയുള്ള പരിപാടികളിൽ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് RSSഉം BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന അവരുടെ കള്ളക്കളികൾ വെളിച്ചത്ത് വരേണ്ട കാര്യമാണ്. അത് വരട്ടെ. അപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഭാഗികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ്. മാത്രമല്ല അതിൻ്റെ പൂർണ്ണമായിട്ടും എല്ലാ മേഖലയിലേക്കും കടന്നു ചെന്ന റിപ്പോർട്ടല്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്നായിട്ടുള്ള വീഴ്ചകളെ പറ്റി ഒരു അക്ഷരം പോലും പറയാത്ത റിപ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഒരു ദേവസ്വത്തെ പങ്കാളിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അതാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയ ഗൂഢാലോചന ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക്, അതാണ് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്നൊരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടോ? പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടോ? ഒന്നുകിൽ ഇടതുപക്ഷ പാർട്ടി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ കോൺഗ്രസ്, ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടിയിലുള്ളൂ. അല്ലാതെ പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടീനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു റിപ്പോർട്ടിൽ കൊടുക്കുന്നത് ശരിയാണ്. ഏത് പാർട്ടി എന്ന് പറയണ്ടേ? ആ പാർട്ടി ഏതാണെന്ന് പറയണം, ആരൊക്കെ പ്രവർത്തിച്ചു എന്ന് പറയണം. പിന്നെ ഒരു ദേവസ്വം ഒരു ദേശത്തെ മുഴുവനും പിന്നെ പ്രതിക്കൂട്ടിലാക്കുന്നത് ശരിയാണോ? അത് ശരിയല്ല. കാരണം ഈ തിരുവമ്പാടി ദേശത്തിലെ വിശ്വാസികളായിട്ടുള്ളവരും വിശ്വാസികളല്ലാത്തവരുമായ പൂരത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ അലങ്കോലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല, നാളെ ഇവർ ആഗ്രഹിക്കില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ദേശത്തെയും ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെ ആ ഔദ്യോഗികമായ അവരുടെ ആ എൻറ്റിറ്റിയെയും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. പോലീസിനകത്തുള്ള RSS BJP ബന്ധം ഇതിനകത്ത് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ എനിക്ക് കൃത്യമായ വിവരങ്ങളില്ലാതെ ഞാൻ ആരെപ്പറ്റിയും അങ്ങനെ പറയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ഈ പോലീസ് ഗവൺമെൻറ് സംവിധാനങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പോലീസിന് എഴുതി കൊടുത്തിട്ടുള്ള 16 പിന്നെ പാരഗ്രാഫ് അടങ്ങുന്ന
ഒരു വിശദമായ റിപ്പോർട്ട് 16-17 പാരഗ്രാഫ് അടങ്ങുന്ന റിപ്പോർട്ട് എന്നോട് ചോദിച്ചപ്പോൾ മൊഴിയായി ഞാൻ രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ പോരായ്മകളുണ്ടെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഗൂഢാലോചനയെ സംബന്ധിച്ചും മറ്റും അവിടെ വേറെ അന്വേഷണം കൂടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എന്നെ വന്ന് കാണാൻ തയ്യാറാണെങ്കിൽ അവരെടുത്തും ഈ കാര്യങ്ങൾ പറയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അല്ല, പോലീസിനകത്ത് അത്തരം കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ. അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ. ഞാൻ ഏതെങ്കിലും ഒരു അല്ല, എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ പോലീസിനോട് കൊടുത്തിട്ടുണ്ട്. പോലീസിന് അല്ല ഉദ്യോഗസ്ഥന്മാർ കൊടുത്തു. ഞാൻ ആരെപ്പറ്റിയും വ്യക്തിപരമായി നമുക്ക് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു ആരോപണം നമ്മൾ ഉന്നയിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു പൂർണ്ണമായ തെളിവുണ്ടാവണം. ആ തെളിവില്ലാതെ നമ്മൾ ആ ആരോപണം ഉന്നയിക്കുന്നത് ഒരു എന്താ ഒരു അന്തസ്സുള്ള കാര്യമല്ല. അതുകൊണ്ട് അത് ഞാൻ ഉന്നയിക്കുന്നത് പോലീസിനൊരു വീഴ്ചയുമില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. പോലീസിൻ്റെ അവിടുത്തെ പോലീസ് കമ്മീഷണർ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഈ സുരേഷ് ഗോപിക്ക് അവിടെ നിന്ന് കടന്നു വരാൻ അനുവാദം കൊടുത്ത ആരാ? പോലീസുകാരല്ലേ. അങ്ങനെ ഒരു ഇലക്ഷൻ നടക്കുന്ന ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രം പ്രത്യേക സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിയമം അനുവദിക്കുന്നുണ്ടോ? അങ്ങനെ കൊടുത്തത് എങ്ങനെയാണ്? ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല. ഏതായാലും തൃശ്ശൂർ പൂരത്തിൽ നടന്നിട്ടുള്ള ഈ ഗുരുതരമായ ചില പ്രശ്നങ്ങളിൽ നിന്ന് ആരൊളിച്ചോടാൻ ശ്രമിച്ചാലും അത് അവസാനം സത്യം പുറത്തു വന്നത് അവസാനിക്കുള്ളൂ. അതുവരെ അതുകൊണ്ടല്ലേ വിവാദം അടുത്ത പൂരം വരായിട്ട് എന്തുകൊണ്ട് വിവാദം തീരാത്ത എന്തുകൊണ്ടാണ്? ഇത് അന്വേഷണത്തിലെത്താത്തതുകൊണ്ടാണ്. അന്വേഷണം ദ്രുതഗതിയിൽ നടത്തി ഈ പൂരത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ആശങ്കയ്ക്ക് അറുതി വരുത്താൻ കഴിയും വിധത്തിൽ പ്രശ്നങ്ങൾ ഈ കാര്യങ്ങൾ പുറത്തു വന്ന് ഒരു തീരുമാനം എടുക്കട്ടെ. ഞാനിപ്പോഴും പറയുന്നത് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പൂരങ്ങൾ ഇപ്പോൾ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നിട്ടാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ആ ഐക്യത്തിനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂട്ടായ്മയ്ക്കും ഏതെങ്കിലും തരത്തിൽ ഭംഗമുണ്ടാക്കുന്ന ഒരു നിലപാട് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയും കൂടി അലങ്കോലപ്പെടുത്തും വിധത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരും ശ്രമിക്കരുത്. അത് അപകടം ചെയ്യുന്നൊരു കാര്യമാണ്. അല്ല, അതൊക്കെ സർക്കാരിൻ്റെ കാര്യങ്ങൾ. ഞാനതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയാൻ ഒരു ആ പൊസിഷനിലുള്ള ആളല്ല ഞാൻ. എനിക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ആ സമയം അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയാനൊരു പൊസിഷൻ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നില്ല. അല്ല, അത് ഞാൻ പറയണം. ഞാൻ അനുകൂലമോ പ്രതികൂലം എന്ന് പറഞ്ഞല്ലോ ജയ്സ. ഞാൻ പറഞ്ഞ കാര്യം അതാണ്. ഇപ്പോൾ എൻ്റെ എനിക്ക് അഭിപ്രായം പറയാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ ആരൊക്കെ ഏതൊക്കെ അഭിപ്രായം പറയണം, ഏതൊക്കെ അഭിപ്രായം പറയാൻ പാടില്ല എന്നൊക്കെ കൃത്യമായ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി എന്നോട് നിങ്ങൾ ചോദിക്കരുത്. റിപ്പോർട്ട് പുറത്തുവിട്ടത് ADGPക്ക് വേണ്ടിയിട്ടാണെന്ന് വരുന്നുണ്ടോ? അല്ല, അത് ആർക്ക് വേണ്ടിയാണെന്നുള്ളത് ത്രിതല അന്വേഷണം കണ്ടുപിടിക്കണം. ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അല്ല ആരെ രക്ഷിക്കാനാണ് എന്നുള്ള കാര്യം. ഇപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്നൊരു പാർട്ടി നമ്മൾ കേരളത്തിൽ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്നൊരു പാർട്ടി ഇല്ല ഇവിടെ കേരളത്തിൽ. അല്ല ജയ്സ, എന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ വളച്ച് കൊണ്ടുവന്ന് ചോദിപ്പിച്ച് ഉത്തരം പറയിപ്പിക്കില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാനുള്ള കാര്യം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന സ്വഭാവക്കാരനാണ്. എനിക്ക് അതുകൊണ്ട് എനിക്ക് അത്തരം ആളുകളായിട്ട് എനിക്ക് അങ്ങനെ നമ്മളൊരു ഏത് ഉദ്യോഗസ്ഥരാണെങ്കിലും അത് ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഞാനിപ്പോൾ ഇവിടെ പല ആളുകളുടെ പേര് പറഞ്ഞ് എനിക്ക് അതിനെപ്പറ്റി നേരിട്ട് അതുമായി ബന്ധപ്പെട്ട അനുഭവമുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രശ്നിക്കുന്നില്ല. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പറയുന്നതാണ് നല്ലത്. അല്ല, എനിക്ക് ബുദ്ധിമുട്ടില്ല. അത് പറയുന്നവർക്ക് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ് ഇവരുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവിടെ നടന്ന പ്രകടനം, ഞാൻ ഇതെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ. അതൊക്കെ നിങ്ങളും കൂട്ടി വെച്ച് വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. അന്നത്തെ പ്രചരണം എടുത്ത് പരിശോധിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ചില ചാനലുകൾ അന്ന് പ്രചരിപ്പിച്ച് എന്തായിരുന്നു, ഇവർ പറയുന്ന കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്. ഇപ്പോഴും BJP ജില്ലാ പ്രസിഡന്റ് പറയുന്നത് എന്താണ്? VS സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ ഈ പൂരം അലങ്കോലപ്പെടുത്തി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കി എന്നല്ല പറയുന്നത്. നിങ്ങൾ കേൾക്കുന്നില്ലേ? അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വാശി. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ആത്മാർത്ഥമായി പൂരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലകൊണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഈ പ്രസ്ഥാനം അങ്ങനെ തന്നെയാണ്. ഗവൺമെൻറ് അങ്ങനെ നിന്നിട്ടുണ്ട്. അങ്ങനെ ചില ആളുകൾ ചില താല്പര്യം വെച്ചുകൊണ്ട് തൃശ്ശൂർ പൂരം പോലെയുള്ള പൂരങ്ങൾ അലങ്കോലപ്പെടുത്തി അവർ ഞങ്ങളൊന്നും അറിയാത്ത മട്ടിൽ വീരന്മാരും പിന്നെ നായകന്മാരുമായിട്ട് നടക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അതൊക്കെ സത്യമായിട്ട് വരണം.